നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. നഗരസഭ പൊതുശ്മശാനം അടച്ചിട്ടതിൽ പ്രതിഷേധം. അടച്ചിടാൻ കാരണം നഗരസഭയുടെ കെടുകാര്യസ്ഥതയെന്ന് കൗൺസിലർ KS ജയകൃഷ്ണൻ നായർ. അനുഭവപരിചയമില്ലാത്ത ജീവനക്കാരെ നിയമിച്ച നഗരസഭ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണെന്നും ജയകൃഷ്ണൻ നായർ. ഇറച്ചിക്കോഴി വില കുതിച്ചുയരുന്നു. മൂവാറ്റുപുഴയിൽ വില 180 കടന്നു. 75ന്റെ നിർവൽ കലൂർ ഐപ്പം മെമ്മോറിയൽ ഹൈസ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും സ്കൂൾ വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും യാത്രയപ്പ് സമ്മേളനവും നടക്കും. 7, 8, 9, 10 തീയതികളിലാണ് നടത്തപ്പെടുന്നത്. വെള്ളോർക്കുന്നം റെസിഡൻസ് അസോസിയേഷൻ പുതുവത്സരാഘോഷവും കുടുംബസംഗമവും ജനപ്രതിനിധികളെ ആദരിക്കലും നടത്തി. VR എന്ന കടലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന കേരളയാത്ര പുന്നപ്പടി ആച്ചേരിപ്പൊട്ടച്ചിറ ശുചീകരണം നടത്തി SYS സാന്ത്വനം സമിതി. SYS ജില്ലാ വൈസ് പ്രസിഡന്റ് PM ഷാജഹാൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. മണ്ണാൻകടവത്തോട് കയ്യേറ്റമൊഴിപ്പിക്കൽ റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിമാർക്ക് പരാതി നൽകി. പൊതുപ്രവർത്തകൻ MJ ഷാജിയാണ് പരാതി നൽകിയത്. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനം വീണ്ടും അടച്ചിട്ടതിൽ പ്രതിഷേധം ശക്തമാകുന്നു. നഗരസഭയുടെ കെടുകാര്യസ്ഥതയാണ് ശ്മശാനം അടച്ചിടാൻ കാരണമാകുന്നതെന്ന് നഗരസഭാ കൗൺസിലർ KS ജയകൃഷ്ണൻ നായർ. ലക്ഷങ്ങൾ ചെലവഴിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടും മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനം വീണ്ടും അടച്ചിടുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. അറ്റകുറ്റപ്പണികളുടെ പേരിൽ അടച്ചിട്ട ശ്മശാനം 2 മാസത്തിന് ശേഷം തുറന്നെങ്കിലും വീണ്ടും അടച്ചതാണ് പ്രതിഷേധത്തിനിടയാക്കുന്നത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ 12 തവണയാണ് അറ്റകുറ്റപ്പണികളുടെ പേരിൽ നഗരസഭാ ശ്മശാനം അടച്ചിട്ടത്. നഗരസഭയുടെ കെടുകാര്യസ്ഥതയാണ് ശ്മശാനം അടച്ചിടാൻ കാരണമാകുന്നതെന്ന് നഗരസഭാ കൗൺസിലർ KS ജയകൃഷ്ണൻ നായർ പറഞ്ഞു. കഴിഞ്ഞ നഗരസഭാ ഇലക്ഷൻ കഴിഞ്ഞ് ഡിസംബർ 10 തീയതി ഒരാഴ്ചത്തേക്ക് വേണ്ടി അടച്ചിട്ട് മെയിൻ്റനൻസിന് വേണ്ടി അടച്ചിട്ടിട്ട് ഇന്ന് 1 മാസത്തോളം ആവുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മരണങ്ങളെല്ലാം മറ്റ് സ്ഥലത്തേക്ക് നമ്മൾ യാചിച്ചുമറ്റിയാണ് ഓരോരുത്തരെ ദയിപ്പിക്കാൻ വേണ്ടി മറ്റ് പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട ഒരവസ്ഥ വന്നത്. നഗരസഭ കഴിഞ്ഞ 5 വർഷമായിട്ട് നഗരസഭയുടെ കൊടും കാര്യസ്ഥതയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ അവസ്ഥയിലേക്ക് ഇത് പോയത്, കൂപ്പുകുത്തിപ്പോയത്. കാരണം ഇതിൻ്റെ ആരംഭകാലം മുതൽ ഇതിന് AMC ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഓരോ വർഷം എന്ത് മെയിൻ്റനൻസ് വന്നാലും അപ്പാപ്പ അതിൻ്റെ കമ്പനിക്കാർ വന്ന് നടത്തി അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്ത് തീർത്ത് പോകത്തക്ക രീതിയിൽ AMC ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലനുസരിച്ച് AMC കട്ട് ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ 5 വർഷം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയാണ് നഗരസഭയുടെ ഈ പൊതു ശ്മശാനത്തിലേക്ക് മുടക്കിയിട്ടുള്ളത്. എന്നാൽ നാൾ ഇത് എന്നും അടച്ചിടേണ്ട ഒരു അവസ്ഥയാണ് വന്നേക്കുന്നത്. അതായത് നഗരസഭ മുടക്കേണ്ട പണം ഇവിടെ മുടക്കുകയും വേണ്ട രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ നടക്കുന്നില്ല, അതിൻ്റെ മെയിൻ്റനൻസ് വേണ്ട രീതിയിൽ നടക്കുന്നില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഈ കാലങ്ങളായിട്ട് ഇത് അടച്ചിടുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. നഗരസഭയുടെ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയെങ്കിലും അടിക്കടി ശ്മശാനം അടച്ചിടേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ശ്മശാനത്തിന്റെ പരിസരം കാടുകേട കിടക്കുകയാണെന്നും പരിചയസമ്പന്നരല്ലാത്ത ജീവനക്കാരെ നിയമിച്ച് നഗരസഭ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണെന്നും ജയകൃഷ്ണൻ നായർ പറഞ്ഞു. ഇപ്പോൾ ചിമ്മിനി പിടിപ്പിക്കാനാണെന്നും പറഞ്ഞാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് അടച്ചിട്ടത്. ചിമ്മിനി പിടിപ്പിച്ചു, അപ്പോൾ അതിൻ്റെ മോട്ടറോ കാര്യങ്ങളോ പ്രവർത്തിപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ ഫൗണ്ടേഷൻ ശരിയല്ല. അതിൻ്റെ ഈ ബോഡി കൊണ്ടുവയ്ക്കുന്നിടത്ത് അതിൻ്റെ ഒരു ബെഡുണ്ട്. അത് നിസ്സാര ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതെല്ലാം കമ്പിയും കെട്ടിവെച്ച് വളരെ കാരണം ഒരു സമുദായത്തിന് അത് വന്ന് കണ്ടാൽ നമ്മുടെ ഒരു മൃതദേഹം ദഹിപ്പിക്കുന്ന അത്രയ്ക്ക് പവിത്രയോടുകൂടിയാണ് നമ്മൾ ആ കർമ്മം ചെയ്യുന്നത്. അതെല്ലാം ഇല്ല. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങോട്ട് ബോഡി കൊണ്ടുവരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി ഇന്ന് മൂവാറ്റുപുഴയുടെ സ്മൃതി കുടീരം. ഇതിൻ്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാ വർഷം അവർ ചെയ്തോളാമെന്നൊരു നഗരസഭയായിട്ടൊരു കരാറുള്ളതാണ്. അത് അവരുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള യാതൊരു ഇതും ഇവിടെ ഇപ്പോൾ നടക്കുന്നില്ല. ഈ പരിസരം നോക്കിയാൽ അറിയാം, ഒരുമാതിരി കാട് കയറിയ അവസ്ഥ. ഈ കൗൺസിൽ വന്നതിന് ശേഷം ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ മറ്റുള്ള സമുദായ നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധത്തിനാണ് ഇപ്പം രൂപം നൽകാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ മൂവാറ്റുപുഴ നഗരസഭയുടെ അകത്തും നഗരസഭാ കൗൺസിലിൻ്റെ അകത്തും പുറത്തും സമരമായിട്ട് രംഗത്തേക്ക് വരാൻ പോവുകയാണ്. പെരുമ്പാവൂർ, തൊടുപുഴ എന്നിവിടങ്ങളിലേക്കാണ് മൂവാറ്റുപുഴയിൽ നിന്ന് സംസ്കാരത്തിനായി മൃതദേഹങ്ങളുമായി പോകേണ്ടി വരുന്നത്. ഇവിടെ സംസ്കാരം നടത്തുന്നതിന് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട അവസ്ഥയുമാണ്. 2020 പൊതുശ്മശാനം നവീകരണത്തിനും 2ാം ബർണർ സ്ഥാപിക്കുന്നതിനും 36 ലക്ഷം രൂപ ചെലവഴിച്ചിരുന്നു. എന്നാൽ പദ്ധതി ഇതുവരെയും പൂർത്തിയായിട്ടില്ല. നിലവിലുള്ള ബർണറെങ്കിലും പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം.
ഇറച്ചിക്കോഴിയുടെ വില കുതിച്ചുയരുന്നു. മൂവാറ്റുപുഴയിൽ ഇറച്ചിക്കോഴിയുടെ വില 45 രൂപയോളം വർദ്ധിച്ച് 186-ലെത്തി. നിത്യോപയോഗ സാധനങ്ങൾക്ക് വില ഉയരുന്നതിനൊപ്പം ചിക്കൻ വിലയും കുതിച്ചുയരുന്നു. മൂവാറ്റുപുഴയിൽ ഇറച്ചിക്കോഴിയുടെ വില 45 രൂപയോളം വർദ്ധിച്ച് 186 രൂപയിലെത്തി. അടുത്ത കാലത്തെ ഏറ്റവും ഉയർന്ന വിലയാണിത്. ക്രിസ്മസിന് മുൻപ് വരെ കിലോയ്ക്ക് 140 രൂപയിൽ താഴെയുണ്ടായിരുന്നതാണ് ദിവസങ്ങൾക്കുള്ളിൽ 186-ലെത്തിയത്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്ത പക്ഷിപ്പനിയുടെ മറവിൽ തമിഴ്നാട്ടിലെ ഫാമുകൾ വില കുത്തനെ കൂട്ടുകയായിരുന്നു. ഇതോടൊപ്പം കോഴിത്തീറ്റയുടെ വില വർധനയും ഇപ്പോഴത്തെ വില വർധനയ്ക്ക് കാരണമാണ്. ആഘോഷ സീസണുകളിൽ ഇറച്ചിക്കോഴി വില ഉയരുന്നത് പതിവാണെങ്കിലും ഇത്രയും വർധനവ് ആദ്യമാണെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. വില കൂടുന്നുണ്ടെങ്കിലും ആവശ്യക്കാരുണ്ടെന്നും കച്ചവടക്കാർ പറയുന്നു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. 75ന്റെ നിറവിൽ കലൂർ ഐപ്പ മെമ്മോറിയൽ ഹൈസ്കൂൾ. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും സ്കൂൾ വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും യാത്രയപ്പ് സമ്മേളനവും 7, 8, 9, 10 തീയതികളിൽ നടത്തപ്പെടും. കലൂർ ഐപ്പ മെമ്മോറിയൽ ഹൈസ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും സ്കൂൾ വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും യാത്രയപ്പ് സമ്മേളനവും 7, 8, 9, 10 തീയതികളിൽ നടക്കുമെന്ന് സ്കൂൾ മാനേജർ ഐപ്പ് വർഗീസ് കൊച്ചുകുടി, പ്രധാന അധ്യാപകൻ ജോസഫ് സക്കറിയാസ്, ജൂബിലി ജനറൽ കൺവീനർ MK ബിജു, സ്റ്റാഫ് സെക്രട്ടറി ജോഷി ഫ്രാൻസിസ്, പബ്ലിസിറ്റി ആൻഡ് മീഡിയ കൺവീനർ ജോമോൻ ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച 3-ന് വിളംബര റാലി നടക്കും. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ധനശേഖരണാർത്ഥം തിരുവനന്തപുരം അജന്ത തിയേറ്റേഴ്സിന്റെ നാടകം വംശം ബുധനാഴ്ച രാത്രി 7-ന് നടക്കും. 8-ന് രാവിലെ 10-ന് സ്കൂൾ മാനേജർ ഐപ്പ് വർഗീസ് കൊച്ചുകുടി പതാക ഉയർത്തും. ഉച്ചകഴിഞ്ഞ് 2:30-ന് പൂർവ്വ വിദ്യാർത്ഥികളായ വൈദികരുടെ നേതൃത്വത്തിൽ സമൂഹബലി, തുടർന്ന് സ്പെക്ടാക്രോ. വൈകിട്ട് 5-ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഗാനസന്ധ്യ നടത്തപ്പെടും. 9-ന് സ്കൂൾ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന സമ്മേളനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. PTA പ്രസിഡന്റ് സജി പൗലോസ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ സിനിമാ താരം സാജു നവോദയ മുഖ്യാതിഥിയായും എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സുബിൻ പോൾ വിശിഷ്ടാതിഥിയായും പങ്കെടുക്കും. സ്കൂൾ മാനേജർ ഐപ്പ് വർഗീസ് കൊച്ചുകുടി അവാർഡ് ദാനം നിർവഹിക്കും. യോഗത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന സംഗീത അധ്യാപകൻ സജി ചെറിയാന് യാത്രയയപ്പും നൽകും. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടി പ്രയാണ മറ്റ് 75 നടക്കും. 10-ന് വൈകിട്ട് പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളായ 75 കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന കലയരങ്ങ്, വോയിസ് ഓഫ് കൊച്ചിൻ അവതരിപ്പിക്കുന്ന മെഗാ സ്റ്റേജ് ഷോ എന്നിവയും നടക്കും. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വെള്ളൂർക്കുന്നം റെസിഡൻസ് അസോസിയേഷൻ പുതുവത്സരാഘോഷവും ജനപ്രതിനിധികളെ ആദരിക്കലും നടത്തി. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. വെള്ളൂർക്കുന്നം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷവും കുടുംബസംഗമവും ജനപ്രതിനിധികളെ ആദരിക്കലും നടത്തി. വെള്ളൂർക്കുന്നം VRA നഗറിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. വീട്ടിലെ കുടുംബാംഗങ്ങളുടെ എണ്ണങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഞാനും എൻ്റെ വീടും എൻ്റെ കാര്യങ്ങളും എന്നുമുള്ള ഒരു സ്വാർത്ഥതയിലേക്ക് ഒതുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. തൊട്ടയൽവക്കത്തെ ഒരു വ്യക്തിക്ക് ഒരു ആശുപത്രി കേസ് ഉണ്ടായാൽ പോലും നമ്മൾ അറിയാൻ മണിക്കൂറുകൾ സമയമെടുക്കുന്ന, അല്ലെങ്കിൽ ദിവസങ്ങൾ സമയമെടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഇനിയും പൊയ്ക്കൊണ്ടിരിക്കുക. ഇനിയൊരു തലമുറ കൂടി കഴിഞ്ഞാൽ അതുപോലും അറിയാൻ ആരെങ്കിലും ഉണ്ടാകുമോ, അല്ലെങ്കിൽ അതിലെങ്കിലും താല്പര്യം കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. അത് കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ വരുന്ന സാഹചര്യങ്ങൾ കൊണ്ടുവരുന്ന അകൽച്ചകളെ അടുപ്പങ്ങളാക്കി മാറ്റുവാനായിട്ടും സാഹോദര്യവും ഐക്യവും ഉയർത്തിപ്പിടിക്കുവാനായിട്ടും അതുപോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുവാനായിട്ടും ഒക്കെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ തീർച്ചയായും നമ്മളെ സഹായിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 1000-ൽ പരം ചിത്രങ്ങൾ വരച്ച് പ്രമുഖ വ്യക്തികളിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയ റെജി ചെറുശ്ശേരി വരച്ച ജോയ്സ് മേരി ആന്റണിയുടെ ചിത്രം ചടങ്ങിൽ കൈമാറി. തുടർന്ന് ജോയ്സ് മേരി ആന്റണി നഗരസഭാ കൗൺസിലർമാരായ NM കിഷോർ, G മനോജ്, അസം ബീഗം, ചിത്രകാരൻ റജീവ് ചെറുശ്ശേരി എന്നിവരെ ആദരിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് P കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി TK മനോജ്, നഗരസഭാ കൗൺസിലർമാരായ NM കിഷോർ, G മനോജ്, അസം ബീഗം, അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി TK രാജു തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് കരാട്ടെ പ്രകടനങ്ങളും ഗാനമേളയും സമ്മാനദാനവും നടത്തപ്പെട്ടു. Welcome to Vimalagiri International School, Movatupuzha. Admissions are now open for the academic year 2026-2027. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന കേരള യാത്രയോടനുബന്ധിച്ച്
കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF പേടിക്കാപ്പള്ളി യൂണിറ്റ് സാന്ത്വനം സമിതിയുടെ നേതൃത്വത്തിൽ പുന്നോപ്പടി ആച്ചേരിപ്പൊട്ടച്ചിറയും പരിസരവും വൃത്തിയാക്കി. കേരള മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് പ്രസിഡന്റ് മുഹ്സിൻ പള്ളിച്ചിറങ്ങര അധ്യക്ഷത വഹിച്ച യോഗം SYS ജില്ലാ വൈസ് പ്രസിഡന്റ് PM ഷാജഹാൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഷീന നൌഷാദ, യൂണിറ്റ് സെക്രട്ടറി മിൻഹാസ് PN, പുന്നോപ്പടി യൂണിറ്റ് സെക്രട്ടറി നൌഫൽ കെബി തുടങ്ങിയവർ നേതൃത്വം നൽകി. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. ഏവർക്കും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസകൾ. മണ്ണാൻകടവ് തോട് കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് റവന്യൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിമാർക്ക് പരാതി നൽകി പൊതുപ്രവർത്തകൻ MJ ഷാജി. ആരിക്കുഴ പേട്ട അങ്കണവാടിയിലേക്ക് പോകുന്ന വഴിയിൽ മണ്ണാൻകടവ് തോടിന്റെ വശങ്ങളിലെ കയ്യേറ്റം ഒഴിവാക്കാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ് നഗരസഭാ സെക്രട്ടറിക്ക് നൽകി 2 വർഷമായിട്ടും നഗരസഭ യാതൊരു നടപടിയും സ്വീകരിക്കാതെ വീഴ്ച വരുത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് റവന്യൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിമാർക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി. പൊതുപ്രവർത്തകനും ഓട്ടോറിക്ഷ തൊഴിലാളിയുമായ വാഴപ്പള്ളി മുണ്ടക്കൽ MJ ഷാജിയാണ് പരാതി നൽകിയത്. കയ്യേറ്റം മൂലം മഴക്കാലമായാൽ മലിനജലം ഉൾപ്പെടെ വെള്ളം സ്ലാബിന് മുകളിലൂടെ ഒഴുകി അങ്കണവാടി ഉൾപ്പെടെ സമീപവാസികളുടെ വീടുകളിലും കയറി ജനങ്ങൾ വലയുകയാണ്. പുറമ്പോക്ക് ഭൂമി സ്വന്തമാക്കാൻ സ്വകാര്യ വ്യക്തികളുടെ കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള പരാതിയിൽ നഗരസഭാ സെക്രട്ടറിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് സർവേയർ അളന്ന് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. മണ്ണാങ്കടവ് തോട് കയ്യേറ്റത്തിലൂടെ അനധികൃത നിർമ്മാണങ്ങൾ നടത്തിയത് മൂലം തോട് ചുരുങ്ങിയ അവസ്ഥയാണുള്ളത്. അടുത്ത മഴക്കാലത്തിന് മുന്നേ കയ്യേറ്റക്കാർക്ക് യാതൊരു ഇളവും നൽകാതെ പുറമ്പോക്ക് സ്ഥലത്തെ നിർമ്മാണം പൊളിച്ചു നീക്കി നഗരസഭ എഞ്ചിനീയർ വിഭാഗം പറയുന്ന രീതിയിൽ റോഡ് ഉയർത്തി വീതി കൂട്ടി അങ്കണവാടിയുടെ മുൻവശത്ത് കൾവർട്ട് വീതി കൂട്ടി നിർമ്മിച്ചില്ലെങ്കിൽ പേട്ട റോഡിലെ അങ്കണവാടിയും നിരവധി വീടുകളിലും വെള്ളക്കെട്ട് രൂക്ഷമാകുമെന്നും കളക്ടർ നൽകിയ ഉത്തരവ് നടപ്പാക്കാൻ നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകണമെന്നുമാണ് പരാതിയിലെ ആവശ്യം. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.